ഓം ഗം ഗണപതയേ നമഃ. ഓം നമഃ ശിവായ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഓം നമഃ ശിവായ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓക്കെ, ആരെങ്കിലും ഉണ്ടോ ലൈവില്? ഇന്ന് കുറച്ച് ഒഫീഷ്യലായിട്ട് ഒരു ലൈവ് വരാമെന്ന് കരുതി. ആരെയും കാണുന്നില്ലല്ലോ. ആരെങ്കിലും ഉണ്ടോ ലൈവില്? ആരെയും കാണുന്നില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ നവരാത്രിയാണ്. നവരാത്രിയുടെ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷേത്രത്തിലൊക്കെ പോയി ക്ഷേത്ര ദർശനമൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനും മെനഞ്ഞാന്നൊക്കെ പോയായിരുന്നു. ഇന്നലെ പോകാൻ കഴിഞ്ഞില്ല. ഇന്നലെ സ്കന്ദമാതയായിരുന്നു. അപ്പം ഇന്നലെ പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ എല്ലാവരും ദേവീനെ വളരെയധികം നമ്മുടെ ഭാരത സംസ്കാരത്തിൽ തന്നെ നമ്മുടെ ദേവിമാർക്കാണ് വളരെയധികം പ്രാധാന്യമുള്ളത്. അതായത് ദേവിമാരാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. അതായത് രാധയെ കൂടാതെ കൃഷ്ണനില്ല, അതുപോലെ സീതാദേവിയെ കൂടാതെ രാമനില്ല, അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയെ കൂടാതെ നാരായണനും ഇല്ല, അതുപോലെ ഉമാദേവിയെ പാർവതി ദേവിയെ കൂടാതെ പരമശിവനും ഇല്ല എന്നുള്ളത് പരമമായ സത്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും എല്ലാവരോടും പറയുന്നത്, നിങ്ങൾ നാമങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഓം ഉമാമഹേശ്വരായ നമഃ, ഓം ലക്ഷ്മി നാരായണായ നമഃ, ഓം സീതാരാമായ നമഃ, ഓം രാധാകൃഷ്ണായ നമഃ ഇങ്ങനെ ചേർത്ത് പറയണമെന്ന് പറയുന്നതാണ്. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ലക്ഷ്മിയും, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നാരായണനും, അതുപോലെ നമ്മുടെ തന്നെ ഉള്ളിലാണ് ഈ പരമശിവനും ഉമാദേവിയും എല്ലാം കുടികൊള്ളുന്നത്. അതായത് നമ്മുടെ ആ ഒരു അംശം, അതായത് നാം എല്ലാം തന്നെ ആ ഭഗവാന്റെ അല്ലെങ്കിൽ ആ ഭഗവതിയുടെ അർദ്ധനാരീശ്വരരായിട്ടുള്ള അവരുടെ ഓരോരുത്തരുടെയും അവതാരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഓരോരുത്തരുടെ അംശങ്ങളാണ് നാം എല്ലാവരും തന്നെ. അത് എപ്പോഴാണോ ഒരാൾ തിരിച്ചറിയുന്നത് അപ്പോഴാണ് അയാൾ ആത്മീയ പാതയിലേക്ക് കടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഭൂമി എന്ന് പറയുന്ന ഈ ഒരു പ്ലാനറ്റ് അല്ലെങ്കിൽ ഈ ഭൂമി കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദേവിയാണ്. ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാമായ ദേവി ആയിട്ടുള്ള ഭദ്രകാളി ദേവി, ദുർഗാദേവി, ഈ സ്വരൂപത്തിലിരിക്കുന്ന മഹാമായ ദേവിയാണ് നമ്മുടെ ഈ ഭൂലോകം, ഈ ഭൂമിയെ കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ ഈ ഭൂമിയുടെ അധിപതി എന്ന് പറയുന്നത് ദേവിമാരാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഭൂമിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഭൂമിയിലെ കാര്യങ്ങൾ, ഭൂമിയിലുള്ള കാര്യങ്ങളൊക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ദേവിമാരെ, അങ്ങനെ ദുർഗാ ഭദ്ര ആ ഒരു ദേവീനെ നമ്മൾ പൂജിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം ദേവിയാണ് നമുക്ക് ഈ ഭൗതികമായിട്ടുള്ള സുഖങ്ങള്, സൗകര്യങ്ങള്, ഭൗതികമായിട്ടുള്ള കാര്യങ്ങള് ഇതെല്ലാം തരുന്നത് ഈ ദേവിമാരാണ്. മഹാമായ ദേവി എന്ന് പറയും. അപ്പൊ ആ മഹാമായ ദേവി ആയിട്ടുള്ള ദുർഗ, ഭദ്ര, ലക്ഷ്മി, ഇങ്ങനെയുള്ള സരസ്വതി, ഇങ്ങനെയുള്ള ദേവിമാരാണ് നമുക്ക് ഇങ്ങനെയുള്ള വരങ്ങളൊക്കെ തരുന്നത്. അതേപോലെ യോഗമായ ശക്തിയുണ്ട്, അത് ഭഗവാന്റെ തന്നെ ശക്തിയാണ്. അതെന്ന് പറയുന്നത് നമ്മളെ ഭഗവാനിലേക്ക് നയിക്കുന്ന ദേവിമാരാണ്. മനസ്സിലായി? അപ്പം രണ്ട് ഡിഫറൻസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഭൂമിയിൽ ഇനിയും ജന്മങ്ങൾ വേണം, അല്ലെങ്കിൽ ഭൂമിയിൽ നമുക്ക് കാര്യങ്ങൾ ഒരുപാടായിട്ട് നടക്കണം, ഭൂമിയിൽ നമുക്ക് ഇനിയും കുറേ കാര്യങ്ങൾ നേടാനുണ്ട്. അങ്ങനെയൊക്കെ ആവുന്ന സമയത്താണ് നമ്മൾ തീർച്ചയായിട്ടും ഈ തരത്തിലുള്ള ലക്ഷ്മി ദേവി, സരസ്വതി ദേവി, ദുർഗാദേവി, ഭദ്രാദേവി ഇങ്ങനെയൊക്കെയുള്ള ദേവിമാരെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കൂടുതലായി. അല്ലാത്തവർക്കും പ്രാർത്ഥിക്കാം, പക്ഷെ ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ചിലര് അപ്പോൾ യോഗമായ, അതായത് ഈ മഹാമായ ദേവി തന്നെയാണ് നമ്മളെ യോഗമായ ദേവിയിലേക്ക് എത്തിക്കുന്നത്. അതായത് ആത്മീയ പാതയിലേക്ക് എത്തിക്കുന്നതും ഈ ദേവി തന്നെയാണ് നമ്മളെ. അതായത് നാം എന്ത് ഇതാണോ ദേവിയോട് ആവശ്യപ്പെടുന്നത് ആ വരമായിരിക്കും ദേവി നമുക്ക് തരുന്നത്. നമ്മൾ ആവശ്യപ്പെടുന്നത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഇതായിരിക്കും ദേവി നമുക്ക് തരുന്നത്.
അതല്ല, നമ്മൾ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. നമുക്കിനി ഭൂമിയിൽ വരണ്ട, അല്ലാതെ ഉയർന്ന തലങ്ങളിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു അഭയത്തിന് വേണ്ടിയിട്ടോ സേവകനോ സേവകയായിട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള സായുജ്യ മോക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടോ, അങ്ങനെ മോക്ഷങ്ങൾക്കോ മുക്തിക്കോ വേണ്ടിയിട്ടാണ് നമ്മൾ ദേവിയോട് പ്രാർത്ഥിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ദേവി നമ്മളെ യോഗമായ ദേവിയുടെ കയ്യിലായിരിക്കും ഏൽപ്പിക്കുന്നത്. അപ്പൊ ആ യോഗമായ ദേവിയാണ് നമ്മളെ ഭഗവാനിലേക്ക് എത്തിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമിയിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മളെ കുറച്ചൊന്ന് മാറ്റി നിർത്തിയിട്ട് ഭഗവാനിലേക്ക് അടുപ്പിക്കുന്നത് ആ യോഗമായ ദേവിയാണ്. അപ്പൊ ഈ രണ്ട് ദേവിമാരും നമുക്ക് തീർച്ചയായിട്ടും ഈ രണ്ട് ദേവിമാരെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതായത് ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഉള്ളവർക്ക് വളരെയധികം വിഷമങ്ങളുണ്ട്, നമ്മളെ കുടുംബത്തിലുള്ളവർ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി ദേവിയോട്, മഹാമായ ദേവിയോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് നല്ലത് വരുത്തണേ, നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നല്ലത് വരുത്തണേ, അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് സ്വാർത്ഥമായിട്ട് നമുക്ക് അത് വേണം, നമുക്ക് ഇത് വേണം, നമുക്ക് ഇന്ന കാര്യം നടക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല. കാരണം നാം എപ്പോഴും എവിടേക്കാണ് നമ്മൾ, ഭൂമിയല്ല നമ്മുടെ ലക്ഷ്യം. നമുക്ക് ആ ഒരു സ്ഥലം, അതായത് ഭൂമിയിലേക്ക് വരാതെ എവിടെയാണോ ഒരു അഭയം കിട്ടുന്നത് അവിടേക്കാണ്, അല്ലെങ്കിൽ എവിടെയാണോ ഒരു മുക്തി കിട്ടുന്നത് അവിടേക്കാണ് നമുക്ക് പോവേണ്ടത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളവര് തീർച്ചയായിട്ടും ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാതിരിക്കുക. പക്ഷെ നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടി ചോദിക്കുന്നു പറയുന്നത് അവര് കഷ്ടപ്പെടുന്നത് കൊണ്ട്, നമുക്ക് വിഷമമുള്ളത് കൊണ്ട് നമുക്ക് വീട്ടുകാർക്കോ ബന്ധുക്കൾക്കൊക്കെ വേണ്ടി നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്നുള്ളതാണ്. എന്നാലും അവരുടെ ഇത് കഴിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് ചോദിക്കാൻ പാടില്ല. മനസ്സിലായോ? അവർക്ക് വേണ്ടി നമുക്ക് ചോദിക്കാൻ പാടില്ല. കാരണം നമുക്ക് എപ്പോഴും ഭൂമിയിൽ നമ്മളെ പിടിച്ചു നിർത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഗ്രഹങ്ങളാണ്. അതായത് മനുഷ്യരുടെ അടങ്ങാത്ത ആഗ്രഹങ്ങൾ കൊണ്ടാണ് നമ്മൾ വീണ്ടും ഈ ജനന മരണ ചക്രങ്ങളിൽ അകപ്പെട്ടു പോകുന്നത്. അപ്പൊ ഈ ജനന മരണ ചക്രങ്ങളിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ടും മുക്തരായിട്ട് ഈ ജന്മം അവസാനിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഭഗവത് പൂർത്തീകരണം, അല്ലെങ്കിൽ ആ ഭഗവാന്റെ ലോകത്തൊരു സ്ഥാനം കിട്ടുക എന്നുള്ളതായിരിക്കണം ഓരോ മനുഷ്യരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടായിരിക്കണം എല്ലാവരും പ്രവർത്തിക്കേണ്ടത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനറ്റ് ഉണ്ടായിരുന്നു, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. നമ്മുടെ യഥാർത്ഥ സ്ഥലം എന്ന് പറയുന്നത് ഈ ഭൂമി അല്ല. നമ്മൾ ഈ ഭൂമിയിലേക്ക് ഒരു പക്ഷെ വിടുന്നത്, ഭൂമി എന്ന് പറയുന്നത് കുറച്ച് താഴേക്കിടയിലുള്ള ഒരു സ്ഥലമാണ് ഭൂമി എന്ന് പറയുന്നത്. സത്യമായിട്ട് നമ്മളെ ഈ ഭൂമിയിലേക്ക് വിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു പക്ഷേ നമ്മൾ ആ നിന്ന ലോകത്ത് അവിടെ ഏതെങ്കിലും ഒരു ദേവനോ ഒക്കെ കാണും. ഇപ്പം ശ്രീകൃഷ്ണനാവാം, അല്ലെങ്കിൽ ശിവഭഗവാൻ. അപ്പൊ അവരൊക്കെ ആ ഒരു ലെവലിൽ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്കും അതുപോലെ ആകണം, അല്ലെങ്കിൽ നമുക്കും അവരെ പോലെ ആ ഒരു സ്റ്റേജിൽ ആവണം എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ജനിക്കും. മനസ്സിലായോ? അങ്ങനെ ജനിക്കുമ്പോൾ നമുക്ക് ആഗ്രഹം ജനിക്കുമ്പോഴാണ് അതുപോലൊരിത് വേണം, അങ്ങനെ നമ്മളെ കുറേ പേര് പൂജിക്കണം, അല്ലെങ്കിൽ നമ്മളെ കുറേ പേര് ആരാധിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഒരു മനസ്ഥിതി നമ്മുടെ മനസ്സിലൊരു ഇത് ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ അങ്ങനെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് കുറേ പേര് ഭൂമിയിലേക്ക് വന്ന് ജനിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ എന്തായിരിക്കാം, അവർക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾ കാണും. ഭൂമിയിൽ അവരുടെ പൂർവികരായിട്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. മനസ്സിലായോ? അതല്ലാതെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ കർമ്മഫലങ്ങൾ ഉണ്ടെങ്കിൽ ആ കർമ്മഫലങ്ങളൊക്കെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഭൂമിയിലേക്ക് വിടാറുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഋഷിമാരാരെങ്കിലും എന്തെങ്കിലും ശാപങ്ങൾ തന്നിട്ട് അങ്ങനെ വരുന്നവരുണ്ട് ഭൂമിയിലേക്ക്. ചിലപ്പോൾ ഋഷിമാരുടെ കൂടെയുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും ദേവന്മാരോ ദേവിമാരോ അങ്ങനെയൊക്കെ ആയിരിക്കും. ചിലപ്പോൾ അവർ ഒരു പക്ഷെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ശാപം കിട്ടിക്കാണും. അങ്ങനെ ശപിച്ചിട്ട്, അത് നമ്മുടെ പല ഇത് നോക്കിയാൽ മനസ്സിലാവും, അങ്ങനെ ശപിച്ചിട്ട് നമ്മളെ ഭൂമിയിലേക്ക് വിടുന്നതുണ്ട്. അപ്പൊ അങ്ങനെ പല തരത്തില് പല രീതിയിൽ നമ്മളെ ഭൂമിയിലേക്ക് മനുഷ്യര് വന്ന് പെടുന്നുണ്ട്, ഭൂമിയിലേക്ക് ജീവാത്മാക്കൾ വന്ന് പെടുന്നുണ്ട്.
മനസ്സിലായോ? അപ്പോ നമ്മുടെ യഥാർത്ഥ പ്ലാനറ്റ് എന്ന് പറയുന്നത് ഭൂമിയല്ല, ഇവിടെ നിന്ന് ഉയർന്ന തലത്തിലേക്ക് നമ്മൾ പോവുക എന്നുള്ളതാണ്. അതായിരിക്കണം ഓരോരുത്തരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഭൂമിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഭഗവത് നാമങ്ങള്, ഭഗവാന്റെ ഓം നമോ നാരായണായ, ഓം നമ ശിവായ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഈ നാമങ്ങളൊക്കെ ജപിച്ച് നമ്മൾ ഭഗവാനിലേക്ക് ആ ഒരു അഭയത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭഗവാനിൽ ഒരു സേവകനോ സേവകയോ ആയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോക്ഷം, സായുജ്യ, സാരൂപ്യ, മുക്തി, അങ്ങനെയുള്ള മോക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു ഇത് തരാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ അതുപോലും ചോദിക്കാൻ പാടില്ലെന്നാണ് ആക്ച്വലി പറയുന്നത്. എന്നാൽ കൂടിയും അതിനെന്തിനെങ്കിലും വേണ്ടിയിട്ടെങ്കിലും ഒരിത് ഉണ്ടാവണം എന്ന് ചോദിച്ചുകൊണ്ട് വേണം നാം എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്. മനസ്സിലായോ? അപ്പം മനുഷ്യരാകുമ്പോൾ തീർച്ചയായിട്ടും ആഗ്രഹങ്ങൾ ഉണ്ടാവും, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയും, പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഭൂമിയിൽ എപ്പോഴും. ചിലപ്പോൾ ഭൂകമ്പം സംഭവിക്കാം, ചിലപ്പോൾ പ്രകൃതിക്ഷോഭങ്ങൾ സംഭവിക്കാം, ചിലപ്പോൾ ഈ പലതരത്തിലുള്ള ഡാമുകൾ പൊട്ടാം, ചിലപ്പോൾ പല കാര്യങ്ങൾ സംഭവിക്കാം. അപ്പോൾ നമുക്ക് ഒരിക്കലും ഭൂമി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. നാളെ എന്താ സംഭവിക്കുന്നേ, ഇന്ന് എന്താ സംഭവിക്കുന്നേ എന്നൊന്നും നമുക്ക് അറിയാൻ കഴിയില്ല ഭൂമിയിൽ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ ആത്മാവിനെ ആ പരമാത്മാവിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ആ ഭഗവത് സാന്നിധ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരിക്കണം ഓരോ മനുഷ്യരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ തീർച്ചയായിട്ടും ഭഗവാൻ ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. അപ്പോ ആ ഭഗവത് സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടായിരിക്കണം നാം എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്. മനസ്സിലായോ? അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതായത് ഈ ഭൂമിയിൽ മഹാമായ ദേവിയാണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമുക്കറിയില്ല, അതായത് നമ്മൾ മുൻ ജന്മത്തിൽ എന്തായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഏത് പ്ലാനറ്റിൽ നിന്ന് എവിടെ നിന്നാണോ നമ്മൾ വന്നത് എന്നുള്ള കാര്യം ആർക്കും തന്നെ അറിയില്ലായിരിക്കാം. ചിലർ കൈലാസത്തിൽ നിന്നായിരിക്കും വന്നിട്ടുള്ളത്, ചിലർ വിഷ്ണുലോകമായ വൈകുണ്ഠത്തിൽ നിന്നായിരിക്കും വന്നിട്ടുള്ളത്, ചിലപ്പോൾ അതിലും ടോപ്പായിട്ടുള്ള വൃന്ദാവനത്തിൽ നിന്നായിരിക്കും വന്നിട്ടുള്ളത്. പക്ഷെ നമുക്കറിയില്ല നമ്മൾ ഏത് ലോകത്തു നിന്നാണ് വന്നത്. പല ലോകങ്ങളുണ്ട്. അപ്പൊ ഇതിൽ ഏത് ലോകത്തു നിന്നാണോ നമ്മൾ വന്നതെന്ന് നമുക്കറിയില്ല. അപ്പൊ ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ചിലപ്പോ ഭൂമിയിൽ വന്നു കഴിയുമ്പോൾ ഒരു കൂട്ടം ആൾക്കാര് ഒരേ സ്ഥലത്ത് താമസിച്ചിരുന്നവരായിരിക്കും ചിലപ്പോ ഒരു പരിസരത്തായിട്ട് അവര്, മനസ്സിലായോ, വിടുന്നത്. അപ്പോൾ പക്ഷേ ഈ ഭൂമിയിൽ വന്നു കഴിയുമ്പോൾ അവിടെ ആ ലോകത്ത് എത്രത്തോളം സന്തോഷത്തോടെ, സ്നേഹത്തോടെ, സമാധാനത്തോടെ, അത്രയും ഐക്യത്തോടെ ജീവിച്ചിരുന്നവരാണ് ഭൂമിയിൽ വന്നിട്ട് കാണുമ്പോൾ കണ്ണിന് നേരെ കണ്ടുകൂടാത്ത രീതിയിൽ ശത്രുക്കളായി മാറുന്നതും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദ്രോഹിക്കുന്നതും, അതുപോലെ ഒരാൾ ദ്രോഹിച്ചില്ലെങ്കിൽ അയാളെ അങ്ങോട്ട് ദ്രോഹിക്കുന്നതും ഒക്കെ. ചിലർ ശത്രുത കാണിച്ചില്ലെങ്കിൽ കൂടി മറ്റേ ആള് ശത്രുത കാണിക്കും. അപ്പോൾ അവിടെ എങ്ങനെയാണോ നമ്മൾ അത്രയും ക്ലോസ് ആയിട്ട് അത്രയും സ്നേഹത്തോടെ ഇരുന്നത്, പക്ഷെ നമ്മൾ ഭൂമിയിലേക്ക് വരുമ്പോൾ ആ സ്നേഹം എല്ലാം മാറുന്നു, അവര് ശത്രുക്കളായി മാറുന്നു. അപ്പൊ ഇതാണ് ആ ഒരു ഭൂമിയും നമ്മുടെ ആ കറക്റ്റ് ആയിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള ആ ലോകവും നമ്മുടെ ഈ ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ദേവിയോട് നമ്മൾ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. കാരണം ദേവിയോട് നമ്മൾ പറയുക, ദേവി നമുക്ക് ഒരുപാട് സുഖങ്ങൾ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ എന്നാ കൂടി ഈ ഭൂമിയിൽ വളരെയധികം ദുഃഖങ്ങളാണ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും നമുക്ക് പണം ഉണ്ടെങ്കിലും പണമുള്ളവർക്കും അതിൻ്റെതായ ദുഃഖങ്ങളുണ്ട്. അതുകൊണ്ട് ഇനിയും ഭൂമിയിൽ എന്തൊക്കെ സംഭവിക്കും, എന്തൊക്കെയാണ് വരാനിരിക്കുന്നത് എന്നൊന്നും നമുക്ക് അറിയാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഈ ജന്മം അവസാനിക്കുമ്പോൾ തന്നെ എനിക്ക് ആ മോക്ഷത്തിലേക്ക്, അല്ലെങ്കിൽ ആ മുക്തിയിലേക്ക്, അല്ലെങ്കിൽ ആ ഭഗവത് സാന്നിധ്യത്തിലേക്ക്, അല്ലെങ്കിൽ അഭയത്തിലേക്ക്, അല്ലെങ്കിൽ സേവകനോ എന്താണോ എനിക്ക് വിധിച്ചിട്ടുള്ളത് ആ ഒരു ഇതെനിക്ക് തരണമേ എന്ന് അത്രയും താണ് കേണ് നമ്മൾ അപേക്ഷിക്കുക എന്നുള്ളതാണ്. അത്രയും ആ ഒരു ഇതായിരിക്കണം. കാരണം വീണ്ടും ഈ ഭൂമിയിൽ വന്നിട്ട് നമുക്ക് ഈ ദുഃഖത്തില്, ഈ ജനന ചക്രങ്ങളിൽ പെട്ട് ഉഴറാതെ, നമ്മുടെ ജനന മരണ ചക്രങ്ങളിൽ പെട്ട് ഉഴർന്ന് നമ്മൾ സുഖദുഃഖങ്ങൾ അനുഭവിക്കാതെ അവിടെ നമ്മുടെ ഏതാണോ നമ്മുടെ ഈ ആ സ്ഥലം അവിടെ എത്താൻ വേണ്ടിയിട്ട്,
അത് ഏത് സ്ഥലം ആയിക്കോട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏത്, ഇപ്പൊ ശിവഭഗവാനാണെങ്കിൽ അവിടെ ശിവലോകത്ത്, അതല്ല വിഷ്ണു ഭഗവാനാണെങ്കിൽ വൈകുണ്ഠത്തിൽ, അതല്ല കൃഷ്ണനാണെങ്കിൽ വൃന്ദാവനത്തിലെ രാധാകൃഷ്ണന്മാരെ, അപ്പം എവിടെയാണോ നമ്മുടെ ആ കറക്റ്റ് ആയിട്ട് എവിടെയാണോ നിങ്ങൾക്ക് എത്തേണ്ടത് അവിടത്തേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും നിങ്ങളുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടും അതുപോലെ നല്ലവരായിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും നന്മയിലേക്ക് വരാത്തവർ നന്മയിലേക്ക് വന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ ആ ഒരു പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്ക് ഈ ഒരു സംസാര സാഗരം കടക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ആ യോഗമായ ദേവി എന്ന് പറയുമ്പോൾ ഒരുപാട് ഉണ്ട് ദേവിമാർ. അതായത് ഭഗവാന്റെ തന്നെ യോഗമായ ദേവി സുഭദ്രാദേവി, അതായത് ഭഗവാന്റെ സഹോദരീ ഭാവത്തിലിരിക്കുന്ന സുഭദ്രാദേവി യോഗമായ ദേവിയാണ്. അതുപോലെ തന്നെ ഭഗവാന്റെ ക്ലാദിനി ശക്തിയായിട്ടുള്ള രാധാറാണി എന്ന് പറയുന്നത് യോഗമായ ദേവിയാണ്. അപ്പൊ ആ ദേവിയോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് രാധാറാണി. അതുകൊണ്ടാണ് എല്ലാവരും ഇപ്പൊ കൂടുതലും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും രാധേ എന്ന് പറയാം. എന്തുകൊണ്ടാണ് രാധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ധാരയുടെ തിരിച്ചിടുന്നതാണ് രാധ എന്ന് പറയുന്നത്. ധാര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് വെള്ളം വീഴുന്നതാണ് ധാര. അതായത് മുകളിൽ നിന്ന് നമ്മൾ താഴേക്ക് വീഴുന്നതാണ്. അതായത് മുകളിലുള്ള ലോകത്ത് നിന്ന് നമ്മൾ താഴെ ഭൂമിയിലേക്ക് വീഴുന്നതിനാണ് ധാര എന്ന് പറയുന്നത്. പക്ഷെ ഈ ധാര തിരിച്ച് രാധ എന്നാക്കുമ്പോ ഈ ഭൂമിയിൽ നമ്മൾ വന്നിട്ടുള്ളത് മുകളിലേക്ക്, ഈ വെള്ളം ഈ താഴേക്ക് വീഴുന്ന ധാര രാധ മുകളിലേക്ക് പോകുന്നതാണ് ആ രാധ. അതാണ് ആ സങ്കല്പം. അതായത് നമ്മളെ മുക്തിയിലേക്ക് നയിക്കുന്ന ദേവിയാണ് രാധാറാണി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് രാധാദേവിക്ക് അത്രയും പ്രാധാന്യമുള്ളത്. അതുകൊണ്ടാണ് എപ്പോഴും രാധേ രാധാറാണിയുടെ നാമങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ്. അതായത് നമ്മുടെ മുകളിൽ നിന്ന് താഴേക്ക് വെള്ളം വീഴുന്നതിന് ധാര എന്നും, എന്നാൽ ആ താഴെ വീണ വെള്ളത്തെ, ആ ഭൂമിയിൽ പതിച്ച വെള്ളത്തെ മുകളിലേക്ക് ഉയർത്തുന്ന ആ ധാര തിരിച്ചിടുന്നതാണ് രാധ. മനസ്സിലായോ? അപ്പൊ ആ രാധാറാണിയെ നമ്മൾ മനസ്സുരുകി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. രാധാറാണിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മതി, നമുക്ക് അത്രയും പീസ്ഫുൾ ആണ് രാധാറാണി. അതുകൊണ്ട് രാധാറാണിനെ എപ്പോഴും രാധാറാണിയുടെ നാമം. നമുക്ക് മുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇതിനെക്കാട്ടിലും ഒരു ടോപ്പായിട്ടുള്ള ഒരു വാക്കില്ല. കാരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ പോലും പൂജിക്കുന്ന ദേവിയാണ് രാധാറാണി എന്ന് പറയുന്നത്. ഈ രാധാറാണിയിൽ നിന്ന് തന്നെയാണ് പാർവതി ദേവി, ആദിപരാശക്തി, എല്ലാ ദേവിമാരും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ആദിപരാശക്തി ദേവിയായ പാർവതി ദേവിയോട്, ഉമാഭാവത്തിലിരിക്കുന്ന പാർവതി ദേവിയോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതിനു വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? നമുക്ക് ഈ ഭൂമിയില് നമുക്ക് എപ്പോഴാണോ ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണോ നമുക്ക് ഭൂമിയിൽ ഒരു നിലനിൽപ്പില്ല എന്നുള്ള സാഹചര്യം വരുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണോ നമുക്ക് ഭൂമി വളരെയധികം കഷ്ടമാണെന്ന് തോന്നുന്നത്, ആ നിമിഷം മുതൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ മുക്തിക്ക് വേണ്ടിയിട്ടായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. മനസ്സിലായോ? അത് ചിലപ്പോൾ ഈ ജന്മത്തിൽ നിങ്ങൾക്ക് കിട്ടില്ലായിരിക്കാം, എന്നാൽ കൂടിയും അടുത്ത ജന്മത്തിൽ അല്ലെങ്കിൽ വരുന്ന ഏതെങ്കിലും ഒരു ജന്മത്തിലെങ്കിലും നിങ്ങൾക്കത് കിട്ടും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും ആരൊക്കെ വന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കുറെ സമ്പത്ത് ഉണ്ടാക്കുക, അല്ലെങ്കിൽ കുറെ അത് പിടിച്ചെടുക്കാൻ ഇത് പഠിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടായിരിക്കില്ല ഇനി ആരും പറഞ്ഞു കൊടുക്കേണ്ടത്. ആരും അതിന് വേണ്ടിയിട്ടായിരിക്കരുത് പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് ഉള്ളത് എന്താണോ അതുകൊണ്ട് ജീവിക്കാം, പഠിക്കാം, പിന്നെ ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് കരുതുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാകരുത്. നമ്മൾ കറക്റ്റായിട്ട് പ്രാർത്ഥിക്കേണ്ടത് തിരിച്ചുപോക്കിന് വേണ്ടിയിട്ടായിരിക്കണം. നമ്മൾ എവിടെ നിന്നാണോ വന്ന് അവിടേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടായിരിക്കണം ഇനി എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ ഇത് ഇത്രയും ശക്തമായിട്ടുള്ള രീതിയിൽ ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഭൂമിയില് കലികാലമാണ്. ഇപ്പം വളരെയധികം കലി ബാധിച്ചിരിക്കുന്ന ഒരു ടൈമിലൂടെയാണ് നാം എല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കലികാലത്തിന്റെ കുറച്ച് ഭാഗം ആയപ്പോഴത്തേക്കും തന്നെ നമ്മൾ നല്ലവരായിട്ടുള്ള മനുഷ്യർക്കെല്ലാം വളരെയധികം ബുദ്ധിമുട്ടാണ് ജീവിച്ചു പോകാൻ. പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് വരുന്നത്, പലതരത്തിലുള്ള അരുഷിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, കലുഷിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കലികാലത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടുക എന്നുള്ളതായിരിക്കണം എല്ലാവരുടെയും ആ ഒരു പർപ്പസ് എന്ന് പറയുന്നത്.
അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ യോഗമായ ദേവിയെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക. മഹാമായ ദേവിയോടും പ്രാർത്ഥിക്കുക. എന്തിനു വേണ്ടിയിട്ടായിരിക്കണം മഹാമായ ദേവിയോട് പ്രാർത്ഥിക്കേണ്ടത്? മോക്ഷത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മുക്തിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് അഭയത്തിന് വേണ്ടിയിട്ട്, അതും അല്ലെങ്കിൽ നമുക്ക് അവിടെ ഭഗവത് സാന്നിധ്യത്തിന് വേണ്ടിയിട്ട് ആയിരിക്കണം നമ്മൾ ഈ ദേവിമാരോട് പ്രാർത്ഥിക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് നമ്മൾ നിസ്സാരമായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല, സീരിയസ് ആയിട്ട് കാണേണ്ട കാര്യമാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല. കലികാലത്തിന്റെ കുറച്ച് ഭാഗമായിട്ടേ ഉള്ളൂ. കുറച്ച് ഭാഗം ആയപ്പോഴേക്കും തന്നെ മനുഷ്യർക്ക് വളരെയധികം ഈ ഭൂമിയിൽ ജീവിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു. ഇവിടെ പലതരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാവുന്നു, അതുപോലെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, പലതരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാവുന്നു, പലതരത്തിലുള്ള എന്താ പറയാ മനുഷ്യർ തമ്മിൽ മനുഷ്യർക്ക് ദയ, കരുണ, സഹാനുഭൂതി ഇങ്ങനെയുള്ള സംഭവങ്ങള്, സഹായ മനോഭാവം ഇതൊന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഭൂമിയിൽ വളരെയധികം അതിക്രമങ്ങൾ ഉണ്ടാവുന്നു, അനീതി ഉണ്ടാവുന്നു. അപ്പൊ അതുകൊണ്ട് ഇനി ഈ കലികാലത്തിന്റെ കുറച്ചായപ്പോഴേക്കും നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇനി പോകെ ഇതിനെക്കാട്ടിലും പാടായിരിക്കും നമുക്ക് ഭൂമിയിൽ ജീവിച്ചു പോകാൻ. ഇതിനെക്കാട്ടിലും വളരെയധികം കഷ്ടപ്പാടായിരിക്കും നമുക്ക് ഭൂമിയിൽ ജീവിച്ചു പോകാൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത് ഭഗവാനിലേക്ക്. എവിടെ നിന്നാണോ നമ്മൾ വന്നത്, അല്ലെങ്കിൽ എവിടേക്കാണോ നമുക്ക് പോകേണ്ടത്, അവിടേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് വേണം നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാൻ. അതിനെന്താ ചെയ്യേണ്ടത്? ഭഗവത് നാമങ്ങൾ പറയുക ഭഗവാനോടും. ഭഗവതിയോടാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയിട്ടായിരിക്കണം മാക്സിമം നമ്മൾ അതിനു വേണ്ടിയിട്ടായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. മനസ്സിലായോ? പിന്നെ നമുക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ ഈ വെജിറ്റേറിയൻ ഫുഡിലേക്കൊക്കെ മാറുക എന്നുള്ളതാണ്. ഈ അങ്ങനെയുള്ള മാംസാദികളൊക്കെ നമ്മൾ കഴിക്കുമ്പോഴാണ് നമുക്ക് ഈ തമോ ഗുണം പ്രധാനമായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഈ എന്താ പറയുക ദേഷ്യം അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും സാത്വികപരമായിട്ടുള്ള ഫുഡുകളൊക്കെ കഴിക്കുക എന്നുള്ളതാണ്. നമുക്കിപ്പോ പൂർണ്ണമായിട്ടും എല്ലാവർക്കും നല്ലവരാവാനൊന്നും കഴിയില്ല, അതെനിക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. കാരണം പൂർണ്ണമായിട്ട് നല്ലവരാവാൻ കഴിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്രയും എന്താ പറയാ അത്രയും ഉന്നതമായിട്ടുള്ള ചിന്തകൾ, ചില തെറ്റുകൾ സംഭവിച്ചു പോവാം. മനുഷ്യരാണ്, ചെറിയ തെറ്റുകളൊക്കെ ചിലപ്പോൾ സംഭവിച്ചു പോവാം, അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് ചിലർക്ക് ചെറിയ തെറ്റുകളൊക്കെ സംഭവിച്ചു പോവാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭഗവാനോട് ക്ഷമാപണം ചോദിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഭഗവതിയാണ് വിശ്വസിക്കുക, ഭഗവതിയോട് നമ്മൾ ക്ഷമാപണം ചോദിക്കുകയാണ്. ചോദിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ തീർച്ചയായിട്ടും ഈ ഹരേ കൃഷ്ണ നാമമൊക്കെ പറയണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഓം നമോ നാരായണ ആ നാമങ്ങളൊക്കെ, ഓം നമ ശിവായ നാമങ്ങൾ, ഓം ഉമാ മഹേശ്വരായ നമഃ ഈ പറഞ്ഞ നാമങ്ങളൊക്കെ നമ്മൾ പറയണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പോ നമ്മൾ റീസെന്റ് ഈ ഒരു കാലഘട്ടത്തിൽ കലികാലത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഭഗവാനിലേക്കുള്ള മുക്തി, അല്ലെങ്കിൽ മോക്ഷം, അല്ലെങ്കിൽ ഭഗവത് സാമീപ്യം, അല്ലെങ്കിൽ സേവകനോ സേവകയായിട്ട് എന്താണോ നമുക്ക് വിധിച്ചിരിക്കുന്നത് ഭഗവാൻ, അതിലേക്കുള്ള തിരിച്ചുപോക്കിന് വേണ്ടിയിട്ടായിരിക്കണം എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ യോഗ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും യോഗ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുക. നിങ്ങൾക്ക് ഈ പറയുന്ന യോഗ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് ഭഗവാനിലേക്ക് ആ ഒരു ഇത് കിട്ടുന്നതായിരിക്കും. നമുക്ക് ഈ പറയുന്ന പോലെയുള്ള സഹസ്രാര പത്മത്തിലൊക്കെ എത്തിച്ച് അങ്ങനെ അത്രയും ടോപ്പിലൊക്കെ എത്തിച്ച് നമുക്ക് അത്രയും ഇത് കഴിയില്ലായിരിക്കാം. അത് ഒരു ഗുരുവിനെ കൊണ്ടേ നമുക്ക് കഴിയുള്ളായിരിക്കും. എന്നാലും നമ്മൾ മനസ്സിൽ ഇങ്ങനെ നമ്മുടെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ കണ്ണടച്ചിട്ട് നമ്മൾ മനസ്സിൽ ഈ ഓംകാര നാമം, ഓം 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 എന്നുള്ള നാമം, അല്ലെങ്കിൽ ഓം നമഃശിവായ എന്നുള്ള നാമം പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. അപ്പൊ ഈ ശ്രമമെങ്കിലും കണ്ടിട്ട് നമുക്ക് ഭഗവാൻ അവിടെ എന്തെങ്കിലും ഒരു ഇത് നമുക്ക് ഉണ്ടാക്കും, അതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു ദൈവികപരമായിട്ട് പോവാന്നുള്ളതാണ്. തെറ്റ് പറ്റാത്ത മനുഷ്യരില്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. തെറ്റ് നമുക്ക് സംഭവിക്കാം, അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ആ തെറ്റ് നമുക്ക് അഥവാ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പോയാലും നമ്മൾ ഭഗവാനോട് അല്ലെങ്കിൽ ഭഗവതിയോട് ആ തെറ്റിന് നമ്മൾ ക്ഷമ ചോദിക്കുക. ക്ഷമ ചോദിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. എൻ്റെ സാഹചര്യം കൊണ്ടാണ് എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയത് എന്ന് പറഞ്ഞ് അതിനുള്ള ഒരു ക്ഷമാപണം ചോദിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു പോയി എന്ന് കരുതിയിട്ട് നിങ്ങൾ ഒരിക്കലും ഭഗവാനെ കൈവിടാൻ പാടില്ല, അല്ലെങ്കിൽ ഭഗവതിയെ കൈവിടാൻ പാടില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുക.
നിങ്ങൾ മാക്സിമം എങ്ങനെയൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്ന ഡയറ്റ് ഏതാണോ, അതിപ്പം മറ്റുള്ള മതങ്ങളിലുള്ളവരാണെങ്കിൽ അവരുടെ ഇതായിക്കോട്ടെ, അവരാണെങ്കിലും ഈ ഭഗവാനിലേക്ക് അഭയത്തിന് വേണ്ടിയിട്ടായിരിക്കണം. ഇപ്പൊ ക്രിസ്തുവിനെയൊക്കെയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ ഒരു അഭയത്തിന് വേണ്ടിയിട്ടായിരിക്കണം ചോദിച്ച് പ്രാർത്ഥിക്കാനുള്ളത്. അതുപോലെ തന്നെ തിരിച്ച് അള്ളാഹുവെ ആണെങ്കിൽ അവിടെ ഒരു അഭയത്തിന്, ആ ഒരു സ്വർഗത്തിൽ എന്നാണ് അവർ പറയുന്നത്, അപ്പൊ അതിലായാലും ഒരു അഭയത്തിന് വേണ്ടിയിട്ടായിരിക്കണം ചോദിക്കേണ്ടത്. പിന്നെ സ്വർഗ്ഗലോകങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഭൂമിയിലേക്ക് വരേണ്ടി വരും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇപ്പം സ്വർഗ്ഗലോകങ്ങളിലൊക്കെ പോയാൽ നമുക്ക് തിരിച്ചു ഭൂമിയിലേക്ക് വരേണ്ടി വരും എന്നാണ് പറയുന്നത്. അതേസമയം കൈലാസത്തിലോ വൈകുണ്ഠത്തിലോ വൃന്ദാവനത്തിലോ ഒക്കെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് തിരിച്ച് ഭൂമിയിലേക്ക് വരേണ്ടി വരില്ല. അതുകൊണ്ട് ആ ഭൂമിയിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിലും നമുക്ക് കലികാലത്തിലെങ്കിലും ഭൂമിയിലേക്ക് തിരിച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയെങ്കിലും ചോദിച്ച് പ്രാർത്ഥിക്കാന്നുള്ളതാണ്. അപ്പൊ ഈ കലി ബാധിച്ച് കിടക്കുന്ന ഈ ലോകത്ത് നിന്ന് എത്രയും പെട്ടെന്ന് നമുക്ക് ശുദ്ധാത്മാക്കളായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ശുദ്ധാത്മാക്കളാകാത്തവർ അവരെയും കൂടി നമുക്ക് നല്ലവരായിട്ടുള്ളവർക്ക് ആ ശുദ്ധ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് ഭഗവാനിലേക്ക് ആ സാന്നിധ്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ആ ഒരു തിരിച്ചുപോക്ക്, അതിനാണ് രാധാറാണി. ആ ധാരയല്ല നമുക്ക് വേണ്ടത്, ആ രാധയാണ്, ആ രാധാദേവിയാണ് നമുക്ക് വേണ്ടത് എന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ട് ആ രാധയിലേക്ക് തിരിച്ചു പോവുക, ആ ദേവിയിലേക്ക്, അല്ലെങ്കിൽ ആ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിലേക്ക്, അല്ലെങ്കിൽ ആ ഉമാമഹേശ്വരന്മാരിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ്. ആ ലക്ഷ്മി നാരായണനിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ടായിരിക്കണം എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത്. അതാണ് എനിക്ക് ഈ വിജയദശമി, ഈ ഒരു നവരാത്രി സമയത്ത് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും, നിങ്ങളുടെ മനുഷ്യജന്മത്തിലുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അത് തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്നും അങ്ങനെ ആരും അങ്ങനെ പറയില്ല. ഒരുപാട് പേര് ഇപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പൊ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലുള്ള അഷ്ടവൈദ്യകളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത്, ഇനി എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ ആ തെറ്റിന് നമ്മൾ ക്ഷമ ചോദിച്ചുകൊണ്ട് ആ ഭഗവാനിൽ അല്ലെങ്കിൽ ആ ഭഗവതിയുടെ നാമങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് ആ ഭഗവാനിലേക്ക് ഒരു അഭയത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സേവകനോ സേവകയോ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു മുക്തിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മോക്ഷത്തിന് വേണ്ടിയിട്ട്, അതിൽ ലയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സായൂജ്യ മോക്ഷങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങളുടെ ക്വാളിറ്റി അനുസരിച്ച് ഏതാണോ നിങ്ങൾക്ക് എന്താണെങ്കിലും അത് സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ട് ഭഗവാൻ ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കാന്നുള്ളത്. എനിക്ക് എന്ത് ഭഗവാൻ തന്നാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഭൂമിയിൽ വന്നിട്ട് എനിക്ക് കഷ്ടപ്പെടാനായിട്ട് വിടരുത്. എനിക്ക് അവിടെ ഏത് സ്ഥലമാണോ ഏത് പ്ലാനറ്റ് ആണോ എനിക്ക് വിധിച്ചിട്ടുള്ള അവിടെ എനിക്ക് സ്ഥിരമായിട്ട് നിൽക്കാനുള്ള, എനിക്ക് മാത്രമല്ല എന്നെ സ്നേഹിക്കുന്നവർക്ക്, എൻ്റെ കുടുംബത്തില് നല്ലവരായിട്ടുള്ള എല്ലാവർക്കും, നല്ലതിലേക്ക് വരാത്തവർ അവർ നന്മയിലേക്ക് വന്നിട്ട് അവർക്കും എവിടെയാണോ ഒരു സുരക്ഷിതമായിട്ടുള്ള സ്ഥലം ഉള്ളത് അവിടെ തരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയായിരിക്കണം എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ വേണം ഭഗവാനോട് നമ്മൾ ഭഗവത് നാമങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ. അതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഭദ്രാദേവിയോടും ദുർഗാദേവിയോടും അതുപോലെ തന്നെ നമ്മുടെ യോഗമായ ശക്തിയായിട്ടുള്ള രാധാറാണിയോടും എല്ലാ ദേവിമാരോടും, പാർവതി ദേവിയോടും ലക്ഷ്മി ദേവിയോടും സരസ്വതി ദേവിയോടും അതുപോലെ തന്നെ ശിവഭഗവാനോടും, എല്ലാ നാരായണനോടായാലും കൃഷ്ണനോടായാലും എല്ലാവരോടും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇതിന് വേണ്ടിയിട്ടായിരിക്കണം. നിങ്ങൾ ആരെയാണോ പ്രാർത്ഥിക്കുന്നത് ആ ഭഗവാനോട് അല്ലെങ്കിൽ ആ ഭഗവതിയോട് പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത് ഇതിന് വേണ്ടിയിട്ടായിരിക്കണം. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ ധാരയല്ല രാധയിലേക്ക് തിരിച്ചു പോകാം, അല്ലെങ്കിൽ ഭഗവാനിലേക്ക് കൃഷ്ണനിലേക്ക് തിരിച്ചു പോകാനായിരിക്കണം, അല്ലെങ്കിൽ പരമശിവനിലേക്ക് പാർവതി ദേവിയിലേക്ക് തിരിച്ചു പോകാനായിരിക്കും, അല്ലെങ്കിൽ ലക്ഷ്മി നാരായണനിലേക്ക് തിരിച്ചു പോകാൻ എവിടെയാണോ പോവേണ്ടത് അവിടേക്ക് പോവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തിരിച്ചു പോവാൻ വേണ്ടിയിട്ട്, ഏതിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അവിടേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്, അവിടെ ഒരു അഭയത്തിന് വേണ്ടിയിട്ടായിരിക്കണം എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എല്ലാവർക്കും സന്തോഷമായിട്ടുള്ള, സമാധാനമായിട്ടുള്ള, സ്നേഹത്തോടെ നവരാത്രി ആശംസകൾ നേരുകയാണ്. അപ്പൊ എല്ലാവരും ഇത് മനസ്സിലാക്കുക. ഇത് തന്നെയാണ് നമ്മുടെ മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. നമ്മുടെ മനുഷ്യജന്മത്തിന്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പൊ അത് മനസ്സിലാക്കി എല്ലാവരും മുന്നോട്ട് പോവുക. അപ്പൊ ഇത്രയാണ് എനിക്ക് പറയാൻ. ഇനി ഇത് ആർക്കൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ, എത്ര പേർക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾക്ക് നല്ലതാണ്. അത്രയും പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ജയ ജയ ശ്രീ ഉമാമഹേശ്വരായ നമഃ. ജയ ജയ ശ്രീ ലക്ഷ്മീ നാരായണായ നമഃ. ജയ ജയ ശ്രീ സീതാരാമായ നമഃ. ജയ ജയ ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓക്കെ, ഇനി ആരൊക്കെയാ വന്നിട്ടില്ലെന്ന് നോക്കാം.
അനിൽ കുമാർ, സോളോ, സൗഫീഖ് അറയ്ക്കൽ, ശാന്തനു, സനൽ, കീർത്തി പി, കീർത്തി പി എസ്, ദേവിക, പാർവതി കൃഷ്ണ, അനശ്വര, അഞ്ജലി, രേഷ്മ, ഇത്രയും പേരാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവരും ആ രാധാറാണിയെയും കൂടി പ്രാർത്ഥിക്കുക. രാധാകൃഷ്ണന്മാരില് ആ രാധാറാണിയെ പ്രാർത്ഥിക്കുക. നമുക്ക് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് നന്മ, ഒരു മനുഷ്യനിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ നന്മ അവശേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഒരിക്കലും ആ ഭഗവാൻ കൈവിടില്ല എന്നുള്ളത്, ആ ഭഗവതി കൈവിടില്ല എന്നുള്ളത് പരമമായിട്ടുള്ള സത്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ അഭയത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെ ഒരു എന്തിനെങ്കിലും വേണ്ടിയിട്ട് എനിക്ക് അവിടെ ഒരു സ്ഥാനം തരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാന്നുള്ളതാണ്. നിങ്ങൾ അത്രയും മനസ്സുരുക്കി വിളിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിളി കേൾക്കും. നിങ്ങളുടെ മനസ്സിൽ ഒരല്പമെങ്കിലും നന്മ അവശേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഈ സംസാര സാഗരത്തിൽ നിന്നും ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി രക്ഷിക്കുന്നതായിരിക്കും. അത് ഉറപ്പായിട്ടുള്ള സത്യമാണ്. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും അതിന് വേണ്ടിയിട്ടായിരിക്കണം. ഇനി നമുക്ക് ഇത്രയും നാൾ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പോട്ടെ, ഏത് മതസ്ഥരായാലും ശരി തന്നെ എല്ലാവരും ഇതിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാവരും ഇതിന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ പോട്ടെ, അതെല്ലാം പോട്ടെ. ഇനി നിങ്ങൾ പുതുതായിട്ടൊരു മനുഷ്യനാവുക, പുതുതായിട്ടൊരിതായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതിന് വേണ്ടിയിട്ട് എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ നിന്ന് എത്രയും പെട്ടെന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമിയിൽ വയസ്സായി നമ്മുടെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ജീവൻ അവസാനിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആത്മാവിനെ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക്, അല്ലെങ്കിൽ എവിടേക്കാണോ പോവേണ്ടത് അവിടേക്ക് നമുക്ക് അഭയത്തിന് വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ടായാലും നമുക്ക് ചോദിക്കാന്നുള്ളതാണ്. എല്ലാവരെയും രക്ഷിക്കുക. നിങ്ങൾക്ക് എത്ര പേരോട് ഇത് പറഞ്ഞ് കൊടുത്ത്, അല്ലെങ്കിൽ എത്ര പേർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുത്ത്, എത്ര പേരോട് നിങ്ങൾക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് രക്ഷിക്കാൻ പറ്റുമോ അത്രയും പേരെ നമ്മൾ രക്ഷിക്കുക. അത് തന്നെയാണ് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉത്തമമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ലതിലേക്ക് വരാനുള്ളവര് നന്മയിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. ഓം ഉമാ മഹേശ്വരായ നമഃ. ഹര ഹര മഹാദേവ. ശംഭോ മഹാദേവ. രാധേ കൃഷ്ണ.